Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCCET 403 സ്ട്രക്ചറൽ അനാലിസിസ് 2ലെ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2024 സ്കീമിൻ്റെ S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടുള്ള വൺ ഓഫ് ദ കോർ പേപ്പറാണ് സ്ട്രക്ചറൽ അനാലിസിസ് 2. നിങ്ങൾ S3യിൽ പഠിച്ച സ്ട്രക്ചറൽ അനാലിസിസ് 1ൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ സ്ട്രക്ചറൽ അനാലിസിസ് 2ൻ്റെ ഒരു സിലബസിൻ്റെ ഇൻട്രോയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4th സെമസ്റ്ററിലെ 2024 സ്കീമിൽ വരുന്ന സ്ട്രക്ചറൽ അനാലിസിസ് 2 ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന് കോമൺ ആയിട്ടാണ് ഈ ഒരു കോർ പേപ്പർ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കോഴ്സ് കോഡ് വരുന്നത് PCCET 403. ക്രെഡിറ്റ് 4 ക്രെഡിറ്റാണ് ഈ ഒരു സബ്ജക്റ്റിന് KTU അവാർഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്രീ റിക്വസ്റ്റ്, അതായത് ഇതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റ് എന്നുള്ളത് PCCET 303 ആണ്. അതായത് സ്ട്രക്ചറൽ അനാലിസിസ് 1 നിങ്ങൾ S3യിൽ പഠിക്കുന്നതാണ് ഇതിൻ്റെ പ്രീ റിക്വസ്റ്റീസ് ആയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതൊരു തിയറി ടൈപ്പ് എക്സാമാണ്. തിയറി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എഴുത്ത് പരീക്ഷയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാം ഡ്യൂറേഷൻ 2.5 hours ആണ്. എൻ്റെ സെമസ്റ്റർ എക്സാമിന് 60 marks ആണ് വരുന്നത്. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ, കോളേജിൽ നിന്നുള്ള ഇൻറ്റേർണൽ മാർക്സ് 40, അങ്ങനെ ടോട്ടൽ 100 marks ആണ് ഈ ഒരു സബ്ജക്റ്റ് ഇൻറ്റേർണൽ പ്ലസ് എക്സ്റ്റേണൽ കൗണ്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, സിലബസിലേക്ക് വന്നാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 11 ടീച്ചിങ് അവേഴ്സ് ആണ് KTU സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള മെയിൻ ടോപ്പിക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡുമാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ S3യിൽ SA1 പഠിച്ചപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണെന്നും അതിൻ്റെ ബേസിക് പ്രോബ്ലംസും പഠിച്ചായിരുന്നു. ഇതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ്, അതിൽ തന്നെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയാണ്. ഇത് A പാർട്ടിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അതിനുശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ടോപ്പിക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇൻട്രൊഡക്ഷൻ, സൈൻ കൺവേർഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, ഇതൊക്കെ അതിൻ്റെ ഇൻട്രോയാണ്. ഇനി അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം ഇൻക്ലൂഡിങ് സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്, അനാലിസിസ് ഓഫ് റിജിഡ് ഫ്രെയിംസ് ഇൻക്ലൂഡിങ് സ്വേ ഫ്രെയിംസ് വിത്ത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി അപ് ടു 2. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ബീംസിൻ്റെയും ഫ്രെയിംസിൻ്റെയും അനാലിസിസ് ആണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ച് ബീംസിൻ്റെയും ഫ്രെയിംസിൻ്റെയും അനാലിസിസ് ആണ്. അതുപോലെ അടുത്ത ടോപ്പിക്ക് വരുന്നത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ കൺസെപ്റ്റ് ആൻഡ് ഡെറിവേഷൻ ഓഫ് ബേസിക് ഇക്വേഷൻ, അനാലിസിസ് ഓഫ് ബീംസ് ആൻഡ് നോൺ സ്വേ ഫ്രെയിംസ്. അപ്പോൾ ഇവിടെയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബീമിൻ്റെയും ഫ്രെയിംസിൻ്റെയും അനാലിസിസ് ആണ് ബൈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ സ്വേ ഫ്രെയിംസ് ആവശ്യമില്ല, അതിൻ്റെ ഇലസ്ട്രേഷൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മേജർലി നമുക്ക് ചോദിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ഓവറായിട്ട് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണെങ്കിലും മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണെങ്കിലും ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്, ലെങ്തി പ്രോബ്ലംസ് ആണ് വരുന്നത്. അടുത്ത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോയാൽ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസ്. മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വരെ നോക്കിയിരിക്കുന്നത് ഒരു സിംഗിൾ ഫ്രെയിം, സിംഗിൾ ട്രസ്, ഒരു ബീമിൻ്റെയൊക്കെയാണ്. ഇവിടെ എന്ന് പറയാൻ മൾട്ടി സ്റ്റോറേഡ് ഫ്രെയിംസ് ആണ്. ഒരു 10 നില കെട്ടിടമാണെങ്കിൽ അതിനെ നമ്മൾ ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അനാലിസിസ് ഓഫ് വെർട്ടിക്കൽ ലോഡ്സ്, അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം, ലോഡിംഗ് കണ്ടീഷൻസ് ഫോർ മാക്സിമം ഹോഗിങ്, സാഗിങ് മൊമെൻറ്റ്സ് ഇൻ ബീംസ് ആൻഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ കോളം. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് ഫസ്റ്റ് മെത്തേഡ് വെർട്ടിക്കൽ ലോഡിൻ്റെ അനാലിസിസ് ആണ്. അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അനാലിസിസ് ഓഫ് ലാറ്ററൽ ലോഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലോഡിൻ്റെ അനാലിസിസ് മാത്രം പറഞ്ഞു. ഇനി അനാലിസിസ് ഓഫ് ലാറ്ററൽ ലോഡ്സ് ഉണ്ട്. അതിൽ പോർട്ടൽ മെത്തേഡും ക്യാൻഡിലിവർ മെത്തേഡുമാണ് ഉള്ളത്. അപ്പോൾ ഇതിത്രയാണ് ഒരു ടോപ്പിക്. അതായത് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്ന ഫസ്റ്റ് SA ക്വസ്റ്റ്യൻ ഈ പറയുന്ന ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡായിരിക്കും, അല്ലെങ്കിൽ പോർട്ടൽ മെത്തേഡായിരിക്കും, അല്ലെങ്കിൽ ക്യാൻഡിലിവർ മെത്തേഡായിരിക്കും. അപ്പോൾ ഈ 3 ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൻ്റെ ഓവറായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് തിയറി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇഞ്ചിൻ്റെ കൺസെപ്റ്റ് പഠിക്കണം, പ്ലാസ്റ്റിക് മോഡുലസ് എന്താണെന്ന് പഠിക്കണം, ഷേപ്പ് ഫാക്ടർ എന്താണെന്ന് പഠിക്കണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻറ്റ്സ്, കൊളാപ്സ് മെക്കാനിസം, പ്ലാസ്റ്റിക് അനാലിസിസ് ഓഫ് ബീംസ് ആൻഡ് പോർട്ടൽ ഫ്രെയിംസ്,
ബൈ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിസം മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് തിയറിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് തിയറി വരുന്നുണ്ട്, ഡെഫിനീഷൻസ് വരുന്നുണ്ട്, അതിനുശേഷം അനാലിസിസ് വരുന്നുണ്ട്. ബീംസിൻ്റെയും പോർട്ടൽ ഫ്രെയിംസിൻ്റെയും പ്ലാസ്റ്റിക് അനാലിസിസ്, ഇത് ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതാണ് ഓർവ് വരുന്നത്, ഇത്രയും ടോപ്പിക്ക്. അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്, പോർട്ടൽ മെത്തേഡ്, ക്യാൻഡിലിവർ മെത്തേഡ്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പ്ലാസ്റ്റിക് അനാലിസിസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തിയറിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. തേർഡ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മെട്രിക്സ് അനാലിസിസ് ഓഫ് സ്ട്രക്ചറിൻ്റെ മെട്രിക്സ് അനാലിസിസിലേക്കാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്നത്. ഒറ്റ ടോപ്പിക്കേ പഠിക്കാനുള്ളൂ, ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. അപ്പോൾ ആദ്യം അതിനെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ഡെഫിനീഷൻ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ, കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ അപ്രോച്ച്, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ട്രസ്സസ്, ഫ്രെയിം എലമെൻറ്റ്, ലോഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ടോട്ടൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓഫ് സ്ട്രക്ചർ, അനാലിസിസ് ഓഫ് സിമ്പിൾ സ്ട്രക്ചർ, ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ്, പ്ലെയിൻ ട്രസ് ആൻഡ് പ്ലെയിൻ ഫ്രെയിംസ്. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെത്തേഡാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അനാലിസിസ് ഓഫ് പ്ലെയിൻ ട്രസ്സും പ്ലെയിൻ ഫ്രെയിംസുമാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. 10 ഹവേഴ്സാണ് ഇതിൻ്റെ ഒരു ഹവർ ഡ്യൂറേഷനായിട്ട് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത ഫോർത്ത് മൊഡ്യൂളിലേക്ക് വന്നാൽ അടുത്ത മെട്രിക്സ് മെത്തേഡാണ് സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ സ്റ്റിഫ്നെസ് മെത്തേഡിൻ്റെ തന്നെ 2 ടൈപ്പാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഡെഫിനീഷൻ ഓഫ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ, കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ അപ്രോച്ച്, അടുത്ത ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ബൈ ഫിസിക്കൽ അപ്രോച്ച്, സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ ട്രസ്സസ്, ഫ്രെയിം എലമെൻറ്റ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അതിനുശേഷം ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്, ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് സാധാരണ ഫിസിക്കൽ അപ്രോച്ചിൽ വരുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് പഠിക്കാനുണ്ട്. അതുകൂടാതെ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കൂടാതെ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുന്നത്. ലെങ്തി മൊഡ്യൂളാണ്, 12 hours ഡ്യൂറേഷനാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് അസസ്മെൻറ്റിലേക്ക് വന്നാൽ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ മാർക്ക് അത് ഔട്ട് ഓഫ് 40 ആണ് വരുന്നത്. സെമസ്റ്റർ എക്സാം 60 വരുന്നത്. അപ്പോൾ നോർമലി 2024 സ്കീമിൻ്റെ ഒരു സബ്ജക്റ്റ് പോലെ തന്നെ അറ്റൻഡൻസിന് നിങ്ങൾക്ക് 5 മാർക്ക് ഇൻറ്റേർണലിൽ കിട്ടും. അസൈൻമെൻറ്റിന് 15 മാർക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻറ്റേർണൽ ടെസ്റ്റിൻ്റെ ആവറേജ് 10ലേക്ക് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് ഇൻറ്റേർണൽ ടെസ്റ്റിൻ്റെ മാർക്ക് 10ലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ ഔട്ട് ഓഫ് 40 ആണ് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് കോളേജിൽ നിന്ന് വരുന്നത്. ഇനി സെമസ്റ്റർ എക്സാമിലേക്ക് വന്നാൽ നോർമൽ പാറ്റേൺ തന്നെയാണ്. പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് എയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ച് വരും. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പാർട്ട് എ 8 × 3 24 മാർക്സ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അതായത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 60 പാസ് മാർക്ക് എന്നുള്ളത് 24 ആണ്. ഈ 24 നിങ്ങൾക്ക് എ പാർട്ടിൽ നിന്ന് തന്നെ കിട്ടും. SA2വിനെ സംബന്ധിച്ചിടത്തോളം എ പാർട്ട് എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ എ പാർട്ടിലുള്ള ഒരു 80 to 90% ക്വസ്റ്റ്യനും സെയിം ആയിട്ട് വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 2024 സ്കീമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ നോക്കണമെന്നില്ല. ഇതിനു മുമ്പ് 2019 സ്കീമിലും 2015 സ്കീമിലും ഈ സ്ട്രക്ചറൽ അനാലിസിസ് 1, 2 എന്ന് പറയുന്ന പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന പല ടോപ്പിക്കുകളും ഇതിനു മുമ്പത്തെ സിലബസുകളിൽ, പഴയ സ്കീമിലെ സിലബസുകളിൽ ഉണ്ടായിരുന്ന ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അത് തന്നെ ചോദിക്കും. പാർട്ട് ബിയിലേക്ക് വന്നാൽ ഒരു ക്വസ്റ്റ്യന് 9 മാർക്സ് ആണ് വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 സബ് ഡിവിഷൻ. ഒരു ക്വസ്റ്റ്യന് 3 സബ് ഡിവിഷൻ വരെ കാണാം എന്നാണ് പറയുന്നത്. അതായത് പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9, അതിന് 9A B C 3 സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ SA2വിൻ്റെ കേസിൽ അങ്ങനെ ഒരു 3 സബ് ഡിവിഷൻസ് വരാറില്ല. കാരണം അനാലിസിസ് ആയതുകൊണ്ട് അത് ലെങ്തി പ്രോബ്ലമാണ്. അത് മെയിൻലി ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ചില കേസിൽ അതിനെ 2 സബ് ഡിവൈഡ് ചെയ്യാറുമുണ്ട്. അപ്പോൾ 4 മൊഡ്യൂളുണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. 36 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. SA2 നിങ്ങൾക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോയാൽ മാത്രമേ സ്ട്രക്ചറൽ അനാലിസിസ് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റൂ. നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പറ്റില്ല. നമുക്ക് സിലബസിൻ്റെ അത് 4 കോഴ്സ് ഔട്ട്കംസ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് കൊടുത്തേക്കുന്നത്. അതായത് ഓരോ മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെൻ്റ് ആണ് കിട്ടുന്നത്.
അതുപോലെ ബ്ലൂംസ് ടാക്സോണമിയുടെ വാല്യൂ നമുക്ക് K3 മാത്രമാണ് സിലബസിൽ വരുന്നത്. ബ്ലൂംസ് ടാക്സോണമിയുടെ എക്സ്പ്ലനേഷനൊക്കെ താഴെ കിടപ്പുണ്ട്. അതായത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള റിമെമ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അനാലിസിസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ് 2-ൽ നിങ്ങൾക്ക് ഈ 4 COs കോഴ്സ് ഔട്ട്കംസ് ആണ് നമുക്ക് ഓരോ മൊഡ്യൂൾ വരുമ്പോഴും നമ്മൾ പഠിച്ചു പോകുന്നത്. അതിൽ K3 ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ. അതായത് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ. കാരണം ഇതിൻ്റെ അകത്തൊരു അനാലിസിസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരും, നമ്മളത് നമ്മുടെ കൺസെപ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വരൂ. അല്ലാണ്ട് മെമ്മറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ കുറവായിരിക്കും. റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പറയുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് വോളിയം 1 and 2 ജുനാർക്കറിൻ്റെ ടെക്സ്റ്റ്, സ്ട്രക്ചറൽ അനാലിസിസ് ബൈ ദേവദാസ് മേനോൻ, സ്ട്രക്ചറൽ അനാലിസിസ് ബൈ R.C. ഹിബ്ലർ. ഇതാണ് KTU പറയുന്ന ടെക്സ്റ്റുകൾ. അതുകൂടാതെ കുറച്ചധികം റെഫറൻസ് ടെക്സ്റ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ഏത് ടെക്സ്റ്റാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഓവറോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് സിലബസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2024 സ്കീമിൻ്റെ സിലബസാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതേ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്ന ഓട്ടോണോമസ് കോളേജുകൾ ഉണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് 2-ൻ്റെ ട്യൂഷൻ നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ വരുന്നത്. താങ്ക് യു.